ഹായ് മൈ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു മ്യൂച്വൽ ഫണ്ട് അവസരത്തെക്കുറിച്ചാണ്. ദ നെയിം ഓഫ് ദിസ് മ്യൂച്വൽ ഫണ്ട് ഈസ് HDFC നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ട്. ഈ ഫണ്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നതിനും നമ്മൾ നിക്ഷേപത്തിന് പരിഗണിക്കുന്നതിനും പ്രധാന കാരണം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഫണ്ട് ഹൗസ്. HDFC എന്ന് പറയുന്നത് ഇന്ത്യയിലെ തേർഡ് ലാർജസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് AMC ആണ്, മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ്. തന്നെയുമല്ല, HDFCയുടെ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഇറ്റ് ഹാസ് ഗിവൺ എ പ്രോഫിറ്റ് മാർജിൻ ഓഫ് 15 to 40% ടു ദ ഇൻവെസ്റ്റേഴ്സ്. ധാരാളം ഫണ്ടുകൾ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. നിക്ഷേപകർക്ക് നല്ല ലാഭം നൽകുന്ന വളരെ നല്ല ക്ലാസിക് ഫണ്ടുകൾ HDFC പ്രൊമോട്ട് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഒരു HDFC ലാർജ് മിഡ് ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ട് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വി ആസ് Equity India Research, we are investing in this, and this fund is opened since last 28th September and it will end on 4th October 2024. So this is the good news about this mutual fund, and ഇതിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് SIP രൂപത്തിലും അതുപോലെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് രൂപത്തിലും നടത്താം. ഇതിൽ ഏറ്റവും ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വലിയ ഫണ്ട് കയ്യിൽ ഇല്ലാത്ത ആളുകൾക്ക് പോലും SIP രൂപത്തിലോ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് രൂപത്തിലോ നിങ്ങൾക്ക് ഇത് നിക്ഷേപം നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അത് SIP ആണെങ്കിലും വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും. സോ നിങ്ങളുടെ കയ്യിൽ 100 രൂപ ബാലൻസ് ഉണ്ട്, യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ദിസ് മ്യൂച്വൽ ഫണ്ട്. സോ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും മാറി നിൽക്കേണ്ട ഒരവസ്ഥയില്ല. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് എന്താണ് ഈ ഫണ്ട്, എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്, ഇതിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കാൻ നമുക്ക് പരിഗണിക്കാവുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഇതാണ് എനിക്ക് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഫണ്ടുകൾ ഓരോന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത് വിവിധ ഫിനാൻഷ്യൽ മെക്കാനിസം ഫോളോ ചെയ്തുകൊണ്ടാണ്. ഓരോ ഫണ്ട് NFO വരുന്നത് ഒരു പ്രത്യേക രൂപത്തിൽ മണി മാനേജ്മെന്റ് ചെയ്യാമെന്നും ചെയ്യുമെന്നും അവർ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് അതിന് പാകപ്പെടുന്ന രൂപത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് ഈ പ്രപ്പോസൽ ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ തരുന്നത്. ഇവിടെ അവർ പറയുന്നത് HDFC is going to give you Nifty Large Mid Cap 250 Index Fund. ഇതിൽ അവർ എന്ത് ചെയ്യുമെന്നും എങ്ങനെ ചെയ്യുമെന്നും എല്ലാം ഇൻക്ലൂസീവാണ് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ. ഇതിൽ അവർ പറയുന്നത് അവരുടെ എൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് ലാർജ് ക്യാപ് ഫണ്ടിലേക്കും മിഡ് ക്യാപ് ഫണ്ടിലേക്കും മാത്രമാണ് പോകുന്നത്. സോ എന്താണ് ലാർജ് ക്യാപ് എന്നും എന്താണ് മിഡ് ക്യാപ് എന്നും ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങൾ BSE എടുത്താലും NSE എടുത്താലും അതിൻ്റെ ഇൻഡെക്സുകൾ ഓരോന്നും മൂവ് ചെയ്യുന്നത് 30, 50, 100, 200, 250, 500 ഇങ്ങനെയൊക്കെയാണ് ഓരോ ഇൻഡെക്സിനെയും നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ, 30 എന്ന് പറയുന്നത് 30 കമ്പനികൾ ഉൾക്കൊള്ളുന്ന ഒരു ഇൻഡെക്സ് ആണ്. നിഫ്റ്റി എന്ന് പറയുന്നത് 50 കമ്പനികളുടെ ഇൻഡെക്സ് ആണ്. 100 എന്ന് പറയുന്നത് 100 കമ്പനികളാണ്. 150 എന്ന് പറയുമ്പോൾ അത് ആ നമ്പറിൽ നിങ്ങൾക്ക് അതിലെ കമ്പനികളെ കാണാൻ പറ്റുമെന്നാണ് അതിൻ്റെ ഈസിയസ്റ്റ് വേ. ഇവിടെ ലാർജ് ക്യാപ് എന്ന് പറയുമ്പോഴും മിഡ് ക്യാപ് എന്ന് പറയുമ്പോഴും 250 എന്ന് അവർ ഡയറക്ഷൻ തരുമ്പോൾ എവിടെ എത്ര കമ്പനികളിൽ അവർ നിക്ഷേപം നടത്തുന്നു എന്ന് പറയുമ്പോൾ ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത് 100 കമ്പനികളാണ്. മിഡ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത് 150 കമ്പനികളുടെ ഇൻഡെക്സ് ആണ്. സോ ലാർജ് ക്യാപ്പിൽ
100 കമ്പനികളും മിഡ് ക്യാപ്പിൽ നിന്നുമുള്ള 150 കമ്പനികളെയും എടുത്തുകൊണ്ട് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന കമ്പനികളിലാണ് ഇവർ നിക്ഷേപം നടത്തുന്നത്. തന്നെയുമല്ല, അവർ പറയുന്നുണ്ട് എല്ലാ 3 മാസം കൂടുമ്പോൾ അവർ ഈ ഫണ്ട് റിവ്യൂ ചെയ്യുകയും അതിനനുസരിച്ച് അവരുടെ പ്ലാനിങ്ങിനനുസരിച്ച് ഈ ഫണ്ടുകൾ ഓരോന്നും റീലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ലാഭം എടുക്കാൻ അവർ ശ്രമം നടത്തുമെന്നതാണ് ഇവർ പറയുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എത്ര % ആണ് നമ്മുടെ ക്യാപിറ്റൽ അവർ ഈ ലാർജ് ക്യാപ് ഫണ്ടുകളിലും മിഡ് ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം. ഇവർ പറയുന്നത് they will invest 50-50%. നിങ്ങൾ 1000 രൂപ കൊടുത്താൽ അതിൽ 500 രൂപ പോകുന്നത് ലാർജ് ക്യാപ് ഫണ്ടിലേക്കും 500 രൂപ പോകുന്നത് മിഡ് ക്യാപ് ഫണ്ടിലേക്കുമായിരിക്കുമെന്നാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പ്രോഫിറ്റ് വരുന്നത് എന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ലാർജ് ക്യാപ് ഫണ്ടുകളെക്കാൾ കൂടുതൽ റിട്ടേൺ തരുന്നത് തീർച്ചയായും മിഡ് ക്യാപ് ഫണ്ടുകളാണ്. ബിറ്റ്വീൻ 50-20% കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടാൻ സാധ്യത മിഡ് ക്യാപ് ഫണ്ടുകളാണ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലെ 150 കമ്പനികളും ലാർജ് ക്യാപ്പിൽ നിന്നുള്ള 100 കമ്പനികളെയും എടുത്തുകൊണ്ടാണ് അവർ നിക്ഷേപത്തിന് പരിഗണിക്കുന്നത്. അതിൽ തന്നെ അവർ കൂടുതൽ നിക്ഷേപം നടത്താൻ പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതായത് ബാങ്കിങ് സെക്ടറുകളിലാണ്. അവർ പറയുന്നത് ഇൻഡെക്സ് വോളിയം നോക്കിയിട്ട് അതിനുശേഷം പ്രധാന കമ്പനികളായ HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക്, ഇൻഫോസിസ്, ITC, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, L&T, ഭാരതി എയർടെൽ, ആക്സിസ് ബാങ്ക്, സുസ്ലോൺ എനർജി, ഈ കമ്പനികളിലെല്ലാം അവർ നിക്ഷേപം നടത്തുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ലാർജ് ക്യാപ്പിൽ 50% നടത്തുകയും 50% മിഡ് ക്യാപ്പിൽ നടത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാന വിഷയം, നിങ്ങൾക്ക് ലാഭം കുറവ് ലഭിക്കാൻ സാധ്യത ലാർജ് ക്യാപ്പിലും നിങ്ങൾക്ക് കൂടുതൽ ലാഭം നേടാൻ സാധ്യത മിഡ് ക്യാപ്പിലുമായിരിക്കും എന്നാണ്. സോ ലാർജ് ക്യാപ്പിൽ 50% നമ്മുടെ ബജറ്റ് ലാർജ് ക്യാപ്പിൽ നിക്ഷേപിക്കുമ്പോൾ the money is kept in a very safe zone. മിഡ് ക്യാപ്പിൽ 150 കമ്പനികളെ തിരഞ്ഞെടുത്ത് റിമൈനിങ് 50% നമ്മൾ കൃത്യമായി നിക്ഷേപം നടത്തിയാൽ അതിൽ നിന്നും കൂടിയ ലാഭം എടുക്കുമ്പോൾ 150 കമ്പനികൾ എടുത്തുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന ലാഭം ഒരു പക്ഷേ ലാർജ് ക്യാപ് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ വളരെ കൂടുതലാവും എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ട് എല്ലാ 3 മാസം കൂടുമ്പോഴും ഇതിന്റെ ഫണ്ട് റിവ്യൂ ചെയ്യുകയും ഇതിനെ റീപൊസിഷൻ ചെയ്യുകയും ചെയ്തു വരുമ്പോൾ എത്ര % നമുക്ക് ലാഭം ലഭിക്കുമെന്ന് ചോദിച്ചാൽ we can expect around between 18-30% profit. Average or minimum 18% and highest bracket is 30%. സോ ഇതാണ് നമ്മൾ ഈ നിക്ഷേപത്തെ പരിഗണിക്കാൻ ഒരു പ്രധാന കാരണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ബിലോങ്സ് ടു HDFC ബാങ്ക്. നമ്മൾ HDFCയുടെ ഫണ്ടുകളും അതുപോലെ പ്രധാന AMCകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ഫണ്ടുകളെ കുറിച്ച് നമ്മൾ പറയുകയും അതിൽ പൊസിഷൻ എടുക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു അവസരമാണ് HDFC നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. സോ നിക്ഷേപകന് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് എത്ര കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന മറ്റൊരു നല്ല മ്യൂച്വൽ ഫണ്ടാണ് HDFC നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് 250 ഫണ്ട്. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കേണ്ട ഒരു നല്ല മ്യൂച്വൽ ഫണ്ടാണ്. ഒരു 5 വർഷം മിനിമം നിങ്ങൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ വളരെ നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്നും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു ഒബ്സർവേഷൻ. പിന്നെ ഈ ഫണ്ട് ആര് മാനേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. HDFCയുടെ ഏകദേശം
22ഓളം മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്ന 2 എക്സ്പെർട്ട് പാനലാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യാൻ പോകുന്നത്. വൺ മിസ്റ്റർ അരുൺ അഗർവാൾ ആൻഡ് അതർ വൺ ഈസ് മിസ്റ്റർ നിർമ്മാൺ. ഈ 2 വ്യക്തികളും, മിസ്റ്റർ അരുൺ അഗർവാൾ ഈസ് ആൻ BCom and chartered accountant, and the other person, Mr. Nirman, is MBA finance. Mr. Nirman is he came from Marai Asset Global Investment Management Private Limited, and then he joined with HDFC. And Mr. Arun Agarwal, he was previously with the SBI Funds Management Private Limited. സോ നല്ല ട്രാക്ക് റെക്കോർഡുള്ള നല്ല 2 ഫണ്ട് മാനേജേഴ്സ് നേതൃത്വം കൊടുത്ത് മാനേജ് ചെയ്യുന്ന നല്ലൊരു മ്യൂച്വൽ ഫണ്ടാണ് HDFC ലാർജ് ക്യാപ് മിഡ് ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ഫണ്ട്. എല്ലാ 3 മാസം കൂടുമ്പോൾ റിവ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ കമ്പനികളുടെ മാർക്കറ്റ് മാറി മറിഞ്ഞു വരുന്ന ഏറ്റവും മിനിമം കാലഘട്ടമാണ് 3 മാസം എന്ന് പറയുന്നത്. സോ സംടൈംസ് ഇറ്റ് ഗോസ് 6 months. പക്ഷെ ഏറ്റവും മെജോറിറ്റി ഓഫ് ദ കമ്പനീസ് 3 മാസം കൂടുമ്പോൾ അവരുടെ ബിസിനസ് സൈക്കിൾ ചെറിയ മാറ്റങ്ങൾ വരികയും തിരുത്തലുകൾ നേരിടുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഫണ്ടുകളെ റീപൊസിഷൻ ചെയ്തുകൊണ്ടാണ് ഇതിൽ നിന്നും പ്രോഫിറ്റ് എടുക്കുന്നത്. സോ എനി ഇൻവെസ്റ്റർ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യമില്ലാത്ത ഫണ്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുമെങ്കിൽ for a period of minimum 5 years, you can consider this fund for mutual fund investments. So this is all about HDFC Nifty Large Cap Mid Cap 250 Index Fund. That's it, and I will come again with another business opportunity, my friends. Thank you very much.